أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله അള്ളാഹുവിൻ്റെ നാല് പേരുകൾ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ് എന്ന് പറഞ്ഞ നാല് പേരുകളാണ്. അതില് ആദ്യം ഗഫാർ എന്നൊരു പേര് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗഫാർ എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ അള്ളാഹുവിന് ഗഫൂർ, ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്ന പേരുകളൊക്കെ അള്ളാഹുവിനുണ്ട്. ഈ പേരുകളൊക്കെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗാഫിറു ദംബി ഖാബിലു തൗബ് എന്നും ഇന്നല്ലാഹു ഗഫൂറു റഹീം എന്നും ഗഫാർ എന്നൊക്കെ രീതിയിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്ന ഒരു ഗുണത്തെ കുറിക്കുന്ന മൂന്ന് പേരുകൾ ഖുർആനിൽ ഉപയോഗിച്ചായി കാണാൻ പറ്റും. അതില് ഗാഫിർ എന്നതിനേക്കാളും ഒരു സൂപ്പർലേറ്റീവായ കുറച്ചുകൂടിയൊക്കെ ഒരു മുബാലഗത്തുള്ള ഒരു പേരാണ് കുറച്ചും കൂടി ഒരു ഇന്റൻസ് മീനിങ് ഉള്ള പേരാണ് ഗഫൂർ. ഗഫൂറിനേക്കാളും പിന്നെ അബിലഗായ കൂടുതൽ സൂപ്പർലേറ്റീവായ ഒരു പേരാണ് ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവർ എന്നുള്ള ഒരർത്ഥമാണ് യഥാർത്ഥത്തിൽ ആ പേരിന് ഉള്ളത്. ഗഫർ എന്ന് പറയുന്ന ഒരു വാക്ക് അറബിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് അതിന്റെ അർത്ഥം സിത്തർ എന്നാണ്. സിത്തർ എന്ന് പറഞ്ഞാൽ മറ. സത്താർ എന്ന് പറഞ്ഞ പേരിൽ ഉള്ള ഒരു സംഭവം തന്നെയാണ്, ഒരു മറ, ഒരു മൂടി. അതിനൊക്കെയാണെന്ന് പറയാണ് സിത്തർ എന്ന ഒരു വാക്കിന്റെ അർത്ഥം. നമുക്ക് മിഗ്ഫർ, ഗഫർ എന്നുള്ളതിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് മിഗ്ഫർ. മിഗ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലക്ക് മുകളിലിടുന്ന ഹെൽമെറ്റ്. എന്നാല് നമ്മൾ ഹെൽമെറ്റ് എന്ന് പറഞ്ഞല്ല, പണ്ട് കാലത്ത് ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞാല് അത് യുദ്ധങ്ങളിലൊക്കെയാണല്ലോ ഹെൽമെറ്റ് ഉപയോഗിക്കാറുള്ളത്. റിഫാറ എന്ന് പറഞ്ഞ വാക്കുണ്ട്. റിഫാറ എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും തലയിൽ കെട്ടുന്ന ഒരു ഉർമാലിനൊക്കെ പറയുന്ന പേരാണ് റിഫാറ. തലയിൽ നമ്മൾ കെട്ടുന്ന ഒരു ടവൽ, കർച്ചീഫ്, അതിനൊക്കെ പറയുന്ന പേരാണ് റിഫാറ. എന്നാൽ അതിലുള്ളൊരു സംഗതി തന്നെ മറച്ചു വെക്കുക എന്നുള്ള ഒരർത്ഥം യഥാർത്ഥത്തിൽ ഗഫാർ എന്ന വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാല് നമ്മൾക്ക് ഒരു സിത്തർ അല്ലാഹു നമ്മളെ മറച്ചു വെക്കുന്നുണ്ട്. വസ്തുർനാ ബി സിത്രിക്കൽ ജമീൽ എന്നൊക്കെ ദുആ കാണാം. നിന്റെ വളരെ സുന്ദരമായ മറ കൊണ്ട് നമ്മളെ മറച്ചു വെക്കണമേ എന്നൊരർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല അതിന്റെ അർത്ഥം, അതിനപ്പുറമുള്ള അർത്ഥങ്ങൾ, അതിലേക്ക് നമ്മൾ പോവാം. യഥാർത്ഥത്തില് ഒരു ശഖാവത്തുൽ അബദ്, ശാശ്വതമായ ഒരു ദൗർഭാഗ്യം. ശാശ്വതമായ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കേവലം ഒരു നരകം എന്നൊരർത്ഥത്തിലും മാത്രമല്ല, ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യം അള്ളാഹിനെ കിട്ടാതിരിക്കാവുന്നതാണ്. അള്ളാഹുവിനോട് അകന്ന ഒരവസ്ഥയിലായി പോവുക, അവനെ കാണാതെ അവനോടുള്ള ലിഖാ ഇല്ലാത്ത ഒരു എറ്റേണൽ മിസറി. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ശഖാവത്ത്. അതാണ് നരകവും ഒരു മിസറി തന്നെയാണ്, പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു മിസറി, ഒരു ശഖാവത്ത്, ദൗർഭാഗ്യം അതാണ്. അപ്പൊ അള്ളാഹു അങ്ങനത്തെ ഒരു ദൗർഭാഗ്യം മനുഷ്യന് ഉണ്ടാവാതെ അവനെ സംരക്ഷിക്കുക എന്ന ഒരു സംഗതിയാണ് ഗഫാർ എന്ന് പറയുന്നതിൽ ഉള്ളത്. അള്ളാഹു ഗഫാർ അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ നിന്ന് വേർപിരിയുക എന്ന് പറയുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയിൽ ശാശ്വതമായി നിലകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അത് അവന് ഗഫാർ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് നമ്മൾ അവൻ മറച്ചു വെച്ചത്. ഇതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. യഥാർത്ഥത്തില് ഇതോടൊപ്പം തന്നെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ വജിഹിന്റെ ജ്വാലകൾ, സുബ്ഹാത്തു വജിഹിഹി എന്ന് പറയുന്നുണ്ട് ഹദീസിൽ, റവാഹ് മുസ്ലിമിലൊക്കെ കാണാൻ പറ്റുള്ളൂ.
ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിന്റെ ഹിജാബ് എന്ന് പറഞ്ഞ പ്രകാശമാണ്. ലൗ കശഫഹു, അതെങ്ങാണ്ട് വെളിവാക്കിയിരുന്നെങ്കിൽ അഹ്റഖത്ത് സുബ്ഹാത്ത് വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, ആ ഒരു ഹിജാബിനെ, പ്രകാശമാകുന്ന അവന്റെ ഹിജാബിനെ അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, അത് നീക്കി കഴിഞ്ഞാൽ, അൺവെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അവന്റെ വജ്ഹിന്റെ ജ്വാലകള്, അതിന്റെ ഉജ്ജ്വലമായ പ്രഭ അതെന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ നോട്ടം എത്തുന്ന സൃഷ്ടികളെ എല്ലാം തന്നെ കരിച്ച് കളയുമെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ജലാലിനെ തൊട്ടിട്ടുള്ള, അവൻ അത്രയും ഒരു അത്രയും വലിയൊരു യബ്കാ വജ്ഹു റബ്ബിക കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ആ ഒരു മെജസ്റ്റി, അള്ളാഹുവിന്റെ മെജസ്റ്റി എങ്ങാണ്ട് അൺവെയിൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താവും? അതിലൂടെ എന്ത് ചെയ്യും? സൃഷ്ടി മുഴുവനും ഇല്ലാതായിത്തീരും. അപ്പൊ സൃഷ്ടിയെ നിലനിർത്തുക, അതോടൊപ്പം തന്നെ എന്താണ്? സൃഷ്ടിക്ക് അള്ളാഹുവിനുമായിട്ടുള്ള ബന്ധത്തെ നിഷേധിക്കാതിരിക്കുക. ഈ ഓരോ അർത്ഥങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന വളരെ സട്ടിലായ ഒരു സെൻസുള്ള ഒരു വാക്കാണ് എന്ത്? ഒരു നാമമാണ് അള്ളാഹുവിന്റെ അൽ ഗഫാർ എന്ന് പറയുന്നത്. ഇത് അള്ളാഹു ഗഫാർ എന്നുള്ളത് ഒരു സൃഷ്ടി മനുഷ്യന് അനുഭവിക്കുന്നത് പല രീതിയിലാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹു ഗഫാറാണ് എന്നുള്ളത് അനുഭവിക്കുന്നുണ്ടെന്ന് ഗസാലി ഇമാം പറയുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിരൂപമായ അല്ലെങ്കിൽ ഖബീഹായ, മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാകുന്നത് ഏറ്റവും വെറുക്കപ്പെട്ടതായ ഓർഗൻസിനെയൊക്കെ തന്നെ നമ്മുടെ ബോഡിയുടെ ഇന്റേണലില് കോൺസ്റ്റിറ്റ്യൂഷനിൽ അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഒരു അനാറ്റമിക്കൽ നമ്മുടെ ശരീരം കീറി മുറിച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങള് അവയെല്ലാം തന്നെ അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് അവന്റെ ഒരു ഗഫാർ എന്ന് പറയുന്ന ഒരു നാമത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മളിലെല്ലാ ആളുകളിലും എന്താണ് പലതരത്തിലുള്ള മോശമായ ചിന്തകളും വികാരങ്ങളും എല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. ഇവയെല്ലാം തന്നെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹൃദയങ്ങളിൽ മറച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അത് വെളിവാക്കുന്നില്ല. അതിനുമപ്പുറം നമ്മുടെ പാപങ്ങളെയും അള്ളാഹു മറച്ചു വെക്കുകയും അവർക്ക് പൊറുക്കല് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സംഗതികളെല്ലാം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ മറച്ചു വെക്കുക എന്നതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് പുറത്തു തരിക എന്നുള്ളത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അത് പുറത്തു തരലായിത്തീരുന്നത് അത് മറച്ചു വെക്കുന്നത് കൊണ്ടാണ്. മറച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് ആളുകൾ കണ്ടില്ല എന്നൊരു അർത്ഥത്തിൽ മാത്രമല്ല. ഒരു മഗ്ഫിറത്ത് യഥാർത്ഥത്തിൽ അതിന്റെ ശരിയായ സ്വഭാവത്തിലൊരു മഗ്ഫിറത്തിനെ കുറിച്ച് പറയുന്നത്, ഒരുവനെ ഒരു തെറ്റ് ചെയ്ത് അതിന് അള്ളാഹു പുറത്തു കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ ആ തെറ്റ് വീണ്ടും അവനിൽ സംഭവിക്കാതിരിക്കുക എന്നുള്ളത് മഗ്ഫിറത്തിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ അതാണ് കൺസീൽ ചെയ്യാന്ന് പറഞ്ഞാൽ. കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്തത് മറ്റുള്ളവർ കണ്ടില്ല എന്ന് മാത്രമല്ല, ആ സംഗതി തന്നെ എന്നിൽ നിന്ന് വെളിപ്പെടാതിരിക്കുക എന്നുള്ളതും എന്താണ്? കൺസീൽമെന്റ് ആണ്. കാരണം എല്ലാ തിന്മകളും എൻ്റെ ഉള്ളില് നിന്റെ നഫ്സിൽ നിന്നാണ് നിന്നെ എന്ത് തിന്മ വന്ന് ബാധിക്കുന്നുണ്ടെങ്കിലും ബാധിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. മനസ്സിലാക്കുക? അപ്പൊ നമ്മളിൽ നിന്ന് തന്നെ ഉത്ഭവിക്കാവുന്ന കാര്യങ്ങളെ നമ്മളിൽ മറച്ചു വെക്കുക എന്ന് പറയുന്ന അവസ്ഥകളും എല്ലാം തന്നെയുള്ള കുറെ അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ ഈ മഗ്ഫിറ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പാപങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നല്ല അവസ്ഥകളും എന്താണ് ചിലപ്പോൾ മറച്ചു വെക്കേണ്ടി വരും. ഇപ്പൊ ഇബ്നു അറബി ഞങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞാൽ മനുഷ്യനില് ഉന്നതമായ കുറെ മക്കാമുകളുണ്ട്. ഈ മക്കാമുകൾ എന്നുള്ളത് എന്താണ്? അതും ആത്മീയമായ ഉന്നതമായ ആ സ്ഥാനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വരും. മറച്ചു വെച്ചില്ലെങ്കിൽ അതിനോടുള്ളൊരു മുഖാലഫ, അതിനോടുള്ളൊരു എതിർപ്പ് ഉണ്ടായിത്തീരും. അപ്പൊ ചിലപ്പോ തന്നെ സിത്രൽ മുവാഫക്ക, നമുക്ക് അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥകൾ മറ്റുള്ളവരോട് മുമ്പിൽ വെളിവായി അവരോട് ഒരു മുഖാലഫത്ത്, എതിർപ്പ് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് അവരോടുള്ള ഒരു കൺഫോമിറ്റി ആൻഡ് കൺകോഡ്, അവരോടുള്ള ഒരു മുവാഫക്കത്ത്, അവരോടുള്ള ഒരു യോജിപ്പിന്റെ ഒരു മറ ബാഹ്യത്തിലും ആന്തരികത്തിലും അള്ളാഹു ചിലപ്പോൾ നമ്മൾക്ക് നൽകും. ഇത് വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റ് ആണ്. ഇത് നമ്മളിങ്ങനെ ഒരു ഇന്റലക്ച്വലി പഠിക്കുന്നതിനപ്പുറമുള്ള ഒരു സംഗതിയാണ്. ഒരാളുടെ അവസ്ഥയെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ നല്ലതും മറച്ചു വെക്കേണ്ടി വരും,
മോശമായത് എന്ത് ചെയ്യേണ്ടി വരും? മറച്ചു വെക്കേണ്ടത് വരും. മനസ്സിലാവില്ലേ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലേക്കാണ്, മൻ സതറ അലാ മുഅ്മിനിൻ ഔറതഹു സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ഏതൊരുവന് ഒരു മുഅ്മിനിന്റെ നഗ്നതയെ മറച്ചു വെച്ചോ. നഗ്നത എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പാടില്ലാത്ത സംഗതിയാണല്ലോ നഗ്നത എന്ന് പറയും. അള്ളാഹു എന്ത് ചെയ്യും? അവന്റെ ഔറത്തിനെ ഖിയാമത്ത് നാളില് മറച്ചു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. ഇത്തരം അർത്ഥങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നത് ഒരു പദമാണ് എന്ത്? മഗ്ഫിറ. അങ്ങനെയുള്ള മഗ്ഫിറത്തു ഉടയവൻ, അത് അതിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ നിരന്തരം, ഗഫാർ എന്ന് പറഞ്ഞാൽ നിരന്തരമായി ശാശ്വതമായ രീതിയിൽ നിരന്തരം കൺസീൽ ചെയ്ത് കൊണ്ടേ അള്ളാഹു ഇരിക്കുന്നുണ്ട്. നല്ലത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്നു, അത് മറച്ചു വെക്കുന്നുണ്ട്. മോശമായത് എന്താണ്? തീർച്ചയായിട്ടും മറച്ചു വെക്കുന്നുണ്ട്. മറച്ചു വെക്കുന്നതിനപ്പുറം എന്താണ്? അത് പുറത്തു തരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തു തന്നത് നമ്മളിൽ നിന്ന് വീണ്ടും വെളിവാകാതെ അള്ളാഹു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ അർത്ഥങ്ങൾ എന്തുണ്ട് ഇതില് അടങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. മഗ്ഫിറ എന്നുള്ളത് എന്താണ്? മറച്ചു വെക്കുക, അത് വിട്ടുവീഴ്ച ചെയ്യുക, അഫ്വ്, അതൊക്കെ അതിൽ പെട്ട ഒരു സംഗതിയാണ്. ഇനി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, ഈ മഗ്ഫിറത്ത് നമ്മൾ കുറെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടോ നമ്മൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അങ്ങനെ അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു മേന്മ ഉണ്ടായത് കൊണ്ടല്ല. അത് അള്ളാഹുവിന്റെ കാരുണ്യവും ഫളും അവന്റെ തനിച്ച ഔദാര്യവും കാരുണ്യവും കൊണ്ട് മാത്രമാണ് മഗ്ഫിറത്ത് നമ്മളെ വന്ന് പൊതിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മഗ്ഫിറത്തിന്റെ യഥാർത്ഥ ഒരു സെൻസ്, അതിന്റെ ഒരു എസൻസ് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടും. നമ്മളുടെ പൊറുക്കലുകളെ കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറെ നല്ല കാര്യങ്ങളെ കൊണ്ടോ തെറ്റായി ചെയ്ത ഒരു കാര്യത്തിന് പ്രായശ്ചിത്തമായി നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങൾ കൊണ്ടോ അതിന് ബദലായിട്ട് നിർബന്ധിതമായി അള്ളാഹു ചെയ്യുന്ന ഒരു സംഗതിയല്ല എന്ത്? മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അത് മുത്തലക്കായ ആബ്സല്യൂട്ടായ അള്ളാഹുവിന്റെ സംഗതിയാണ്. എന്റെ അടിമേ, ഒരു ഖുദ്സി ഹദീസിൽ പറയുന്നുണ്ട്, നീ ഒരു ഭൂമി നിറയെ പാവങ്ങളുമായിട്ട് എന്റെ അടുക്കൽ വരികയാണെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ ഒരു ഭൂമി നിറയെ മഗ്ഫിറത്തും കൊണ്ട് വരും. ആസ് ലോങ് ആസ് യു ഡു നോട്ട് അസോസിയേറ്റ് പാർട്ട്നേഴ്സ് വിത്ത് മീ. എനിക്ക് ഒരു പങ്കുകാരൻ നീ കൽപ്പിക്കാത്ത കാലത്ത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക എന്നൊക്കെ പറയുന്നില്ല. അപ്പോ ഇതിങ്ങനെ ഈ ഒരു നാമത്തിന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവുമ്പോ എന്താണ്? നമ്മള് മറ്റുള്ളവരുടെ ന്യൂനതകള് തേടിപ്പിടിച്ച് അത് വെളിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതായത് മറന്നു കിടക്കേണ്ട കാര്യങ്ങളെ ഒരിക്കലും തന്നെ വെളിവാക്കുന്ന ഒരു സ്വഭാവം നമ്മളില് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഗഫാർ എന്ന് പറയുന്ന ആ ഒരു നാമത്തിന്റെ ഒരു അനുഗ്രഹം നമ്മളിലുണ്ട് എന്നതിന്റെ തെളിവ്. ഗീബത്ത്, ആളുകളുടെ രഹസ്യമായ അവസ്ഥകൾ അന്വേഷിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ്? ഈ ഒരു നാമം കൊണ്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ഇനി നമ്മള് അതിനപ്പുറം അടുത്ത അള്ളാഹുവിന്റെ ഒരു നാമമായിട്ട് നമ്മൾ പഠിക്കുന്നത് അൽ ഖഹാർ എന്നാണ്. ഗഫാർ, ഖഹാർ, അൽ ഖഹാർ എന്ന് പറയുന്ന കഹർ എന്നൊക്കെ ഒരേ അർത്ഥമാണ്. കാഫാണെങ്കിലും കോഫാണെങ്കിലും കഹർബായി എന്നൊക്കെ നമ്മൾ ഇലക്ട്രിക്കിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ കഹർ എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും എതിർക്കാൻ കഴിയാത്ത, തടയാൻ പറ്റാത്ത ഒരു അധികാരത്തെ, ശക്തിയെ കുറിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ഖഹാർ എന്ന് പറയുന്നത്. തികച്ചും അടിച്ചമർത്തി കളയുന്നത്. ഒരർത്ഥത്തിലും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു രീതിയിലും അതിനോട് എതിരിടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അധികാരത്തിന്റെ, ശക്തിയുടെ ഉടമസ്ഥനാണ് അല്ലാഹു. അവന്റെ ശക്തിക്കുള്ള പേരാണ് നമ്മൾ ഖഹർ എന്ന് പറയുന്നത്. ഈ ഖഹർ യഥാർത്ഥത്തില് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇബ്നു അറബി തങ്ങളൊക്കെ പറയുന്ന കാണാൻ പറ്റുമോ? ഖഹർ എന്ന് പറഞ്ഞാല് ഉള്ളത് കൊണ്ടാണ് ഒരു അടിമക്ക് സ്വന്തം നഫ്സിന്റെ ഷഹവാത്തുകളെ, അതിന്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ എല്ലാം തന്നെ തടയാൻ പറ്റുന്നത്. സ്വന്തം നഫ്സിന്റെ ഇച്ഛകളൊക്കെല്ലാം തന്നെ ഇച്ഛകളെ തടഞ്ഞു നിർത്താനും അതിനെ കീഴ്പ്പെടുത്തുവാനും അടിമക്ക് സാധിക്കുന്നത് അള്ളാഹു അൽ ഖഹാർ ആയത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു ഖഹാരിയത്ത് കൊണ്ട്, അവൻ റബ്ബായത് കൊണ്ട്, അവന്റെ ഖഹാരിയത്ത് കൊണ്ട് നമ്മളിലുള്ള അങ്ങനത്തെ ഷഹവാത്തുകളെ, നഫ്സിന്റെ ഷഹവാത്തുകളെ നമ്മൾക്ക് അടിച്ചമർത്തി
കീഴ്പ്പെടുത്താൻ സാധിച്ചാൽ ആ സന്ദർഭത്തിൽ എന്താണ് നമ്മൾ അള്ളാഹുവിന്റെ ഒരു റുബൂബിയത്തിന്റെ അവസ്ഥ ഉണ്ടായിത്തീരും. അപ്പൊ നമ്മൾക്ക് എന്തുണ്ടാവും എന്ന് പറഞ്ഞാല് നമ്മൾ സ്വയം തന്നെ റുബൂബിയത്തിന്റെ മുകളിൽ അവകാശവാദം വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. ഇങ്ങനത്തെ ഒരുതരം ഇങ്ങനത്തെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ദഅവത്ത് റുബൂബിയ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതും ആരാണ് ഉണ്ടാക്കുന്നത്? അള്ളാഹു ആണ്. ഇത് ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? മറ്റേ അവസ്ഥകളെല്ലാം തന്നെ നമ്മൾ നിന്ന് ഇല്ലാതാക്കാൻ പാടില്ല. പക്ഷെ ഈ റുബൂബിയത്തിന്റെ സംഗതിനെ എന്ത് ചെയ്യണം? അതിനെയും ഈ കഹ്ർ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? ഇതാക്കും. അതായത് ഒരു അടിമയെ സംഭവത്തോളം അവന്റെ ഉള്ളില് അടിമ എന്ന് പറയുന്ന ഒരു അവസ്ഥക്ക് വിരുദ്ധമാവുന്ന ഏതൊരു സംഗതി ഉണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ എതിർക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന നമ്മൾക്ക് അതീതമായ അള്ളാഹുവിന്റെ കഹർ, അതിനെ കുറിക്കുന്ന അവന്റെ പേരാണ് അൽ ഖഹാർ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ നമ്മുടെ ഉള്ളില് ഇബ്നു അറബി തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ രണ്ടും ഉണ്ടാവണം. ഇബ്നു അറബി തങ്ങൾ നമ്മുടെ ഉള്ളിൽ ഷഹവാത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ് ആ ഷഹവാത്തിനെ കീഴ്പ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുന്ന റുബൂബിയത്തിൻ്റെതായ അവകാശവാദങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് അതും ഉണ്ടാവണം. ഇതിലൂടെ എല്ലാം തന്നെയാണ് മനുഷ്യൻ തന്റെ അവസ്ഥയുടെ പരിമിതികളെ അറിയുന്നത് എന്ന് ഇബ്നു അറബി തങ്ങളാണ്. അപ്പൊ കഹർ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കഹറായ അള്ളാഹു ഇതിനെല്ലാം അതീതനാണ്. അടിമയുടെ ഉള്ളിലുള്ള മോശമായതിനെ അടിച്ചമർത്തും. അപ്പൊ നല്ലതായ അവസ്ഥകൾ ഉണ്ടാവും. ആ നല്ലതായ അവസ്ഥകളുടെ മുകളിൽ നമ്മൾ ക്ലെയിം വെക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും? അതിനെയും എന്ത് ചെയ്യും? അടിച്ചമർത്തും. ഒരിക്കലും തന്നെ തനിക്ക് ഫലാ തുസക്കു അൻഫുസക്കും എന്നാണല്ലോ, നിങ്ങൾ നിങ്ങളെ സ്വയം വിശുദ്ധരാക്കണ്ട. അള്ളാഹു ഉദ്ദേശിച്ചവർ അള്ളാഹു സംസ്കരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സബ്ജുഗേഷൻ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തദ്ലീൽ, കീഴ്പ്പെടുത്തൽ, ഒരു ഹ്യൂമിലിയേഷൻ, ഈ സംഗതികളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് എന്ത്? അൽ ഖഹാർ എന്ന് പറയുന്നത്. അവനെന്ത് ചെയ്യുന്നുണ്ട്? ജബാബിറത്തായ വ്യാജ സ്വേച്ഛാധിപതികളായ സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കുന്ന അന റബ്ബുക്കുമില്ലായില്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഫിറൗനുകളെ, ഫിറൗനുകൾ ഒരു വേള നമ്മളുടെ നഫ്സ് തന്നെ ആവാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും കാണുന്ന സ്വേച്ഛാധിപതികളായ താന്തോന്നികളായ ഭരണാധികാരികളും അധികാരി വർഗവും എന്തും ആവാം. ഇവരെല്ലാവരുടെയും മുതുകിനെ തകർത്ത് അവരെ നിന്ദ്യരാക്കുന്നതും അവരെ വധിക്കുന്നതും എല്ലാം തന്നെ അള്ളാഹു അവന്റെ ഖഹാർ എന്ന് പറയുന്ന ഒരു നാമത്തിന്റെ ഒരു അനുഗ്രഹത്തിലൂടെയാണ്. മനസ്സിലായല്ലേ? അപ്പോ ഖഹർ എന്നുള്ളത് കേവലം ഒരു അതിന് വളരെ പോസിറ്റീവായ റോളുണ്ട്. തെറ്റായതും മോശമായതുമായ കാര്യങ്ങളോടുള്ള സബ്ജുഗേഷൻ എന്നതുപോലെ തന്നെ നമ്മളുടെ നല്ലതായ അവസ്ഥകളിലും ആ നല്ലതിന് ഉതകുന്ന കാര്യങ്ങളെയും എന്ത് ചെയ്യേണ്ട ഒരു പല ലെവലിലും പലപ്പോഴും അടിച്ചമർത്തി വിധേയപ്പെടുത്തി വെക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിത്തീരുമെന്ന് നേരത്തെ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകൾ അവർ എത്ര ഉയർന്ന ആളുകളാണെങ്കിലും ശരി, അവർക്കൊക്കെ തന്നെ എന്താണ്? അവർക്ക് അള്ളാഹുവിന്റെ ഖഹാർ എന്ന് പറഞ്ഞൊരു അവസ്ഥയെ അനുഭവിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ആബിദായ, നന്നായിട്ട് ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ഭക്തനായ ഒരുവന്റെ നഫ്സിന് ഉള്ള കഹർ എന്താന്ന് പറഞ്ഞാൽ അവന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയം. അള്ളാഹുവിന്റെ ശിക്ഷയെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആബിദ്, ഒരു ഭക്തനായ ഒരാൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ആ ഖഹാർ എന്ന് പറയുന്ന ഒരു സിഫത്തിന്റെ ഇത് കൊണ്ടാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെതായ ഒരു സാന്നിധ്യത്തെ പെട്ടെന്ന് അനുഭവിക്കുന്നതിൽ ഒരു ആരിഫിന്റെ കൽബ്, ഒരു ആബിദിന്റെ നഫ്സാണെങ്കിൽ ഒരു ആലിഫിന്റെ കൽബിന് ഒരു കഹർ അനുഭവപ്പെടലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആ ഹക്കീക്കത്തിന്റെ ആ ഒരു വെളിവാകല് കശ്ഫി സന്ദർഭത്തില് ഒരു മുഹിബിന്റെ, ഒരു ആഷിക്കിന്റെ, അള്ളാഹുവിന്റെ പ്രണയത്തില് മുങ്ങി താണ് കിടക്കുന്ന ഒരു പ്രണയിയുടെ ആത്മാവും റൂഹും എന്താണ്? അതും ആ കഹറിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കഹറിൽ നിന്ന് ഒരു സൃഷ്ടിയും എന്താണ്? അള്ളാഹുവിന്റെ കഹറിൽ നിന്ന്, കഹറിന്റെ പിടുത്തത്തിൽ നിന്ന് ഇതല്ല. അള്ളാഹു ഖഹാർ എന്നൊരവസ്ഥ എല്ലാ സൃഷ്ടിയിലും എല്ലാ സന്ദർഭത്തിലും ഉണ്ട്. അതിന്റെ നല്ലതായ അവസ്ഥകളിലുണ്ട്, മോശമായ അവസ്ഥകളിലുണ്ട്. മോശമായതിൽ നിന്ന് മോചിപ്പിച്ച് നല്ലതായ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകും. നല്ലതായ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നല്ലതായ ചില കാര്യങ്ങൾ എന്താണ്? അതിനേക്കാളും നല്ലതായ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് തടസ്സമാകും. അപ്പോൾ അതിനെയും സബ്ജുഗേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഖഹറിന്റെ ഒരു
സംഗതി നമ്മളിൽ ഉണ്ടായിത്തീരുക. അപ്പൊ മരണത്തെക്കുറിച്ച് കഹർ എന്ന് പറഞ്ഞതായിട്ട് കാണാം. ഒരു കുശേരി മാവിന്റെ പുസ്തകത്തിലാണ് തോന്നുന്നത്. മരണം ഒരു കഹറാണ്. അതിൽ നിന്ന് അമ്പിയാക്കളാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും പിന്നെ നല്ലവരാണെങ്കിലും മോശപ്പെട്ട ആളുകളാണെങ്കിലും ഒരാളും തന്നെ എന്താണ് മരണം എന്ന് പറയുന്നതിൽ നിന്ന് ആരും മുക്തരല്ല. മരണത്തെ എല്ലാവരും രുചിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അത് അള്ളാഹു ഖഹാറായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരാൾക്കും തടയാൻ പറ്റാത്ത ഒരവസ്ഥ മരണത്തിന്റെ. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുൽ മൗത്തിനെ പോലും അള്ളാഹു മരിപ്പിക്കുന്നു. എല്ലാരെയും മരിപ്പിച്ച് പിന്നെ വീണ്ടും അവസാനം മലക്കുൽ മൗത്തിന് അള്ളാഹു മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഇത് മരണം രുചിക്കുന്ന സന്ദർഭത്തിൽ അസ്രായിൽ പറയുമ്പോഴോ മരണം ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പണിക്ക് ഞാൻ ഒരിക്കലും പോവായിരുന്നില്ല. ആളുകളെ മരിപ്പിക്കുന്ന ഈ സംഗതിക്ക്. കാരണം അതുവരെ മരണം അനുഭവിക്കാത്ത ഒരാളാണല്ലോ അസ്രായിൽ. അപ്പൊ മരണത്തിന്റെ ആ രുചി അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഇതാണ് മരണം എന്ന് പടച്ചോനെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആരെയും മരിപ്പിക്കാൻ വേണ്ടി പോവില്ലായിരുന്നു എന്ന് അസ്രായിൽ അലൈഹിസ്സലാം പറയും എന്നൊക്കെ ഒരു ഹദീസിൽ കാണാൻ പറ്റും. ഖഹർ എന്ന് പറഞ്ഞാല് വളരെ പ്രത്യക്ഷമായ ബാഹ്യമാത്രമായ അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണെന്നില്ല. അത് വളരെ സൂക്ഷ്മമായ സ്വഭാവത്തിന് എന്തുണ്ടാവും? അള്ളാഹുവിന്റെ ഖഹർ പിന്നെ ഉണ്ടാവും. അടിമയെ ഏതൊരവസ്ഥയത്വത്തെ തടയണമെങ്കിലും എന്താണ് അള്ളാഹു ഖഹാർ എന്ന രീതിയിൽ അവൻ എന്ത് ചെയ്യും? തടയും. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചാൽ എന്താണ്? പിന്നെ ഒരാൾക്കും പിന്നെ ഇതാക്കാം അള്ളാഹുമല മാനിയാലിമാ അഴ്ത്തയിത്ത വല മൗത്തലിമാ മനത്ത വയ്യംസസ്കല്ലാഹു ബിദുരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു എന്ന പറഞ്ഞ ആയത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്രൂദിന്റെ സംഭവം തന്നെ പറയാം. കിലോമീറ്ററുകളോളം നീളവും വീതിയുമുള്ള വലിയൊരു സൈന്യമായിട്ട് വന്നിട്ട് ഏഴിന്റെ നിന്ന് നമ്രൂദ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു. ഉടനെ നമ്രൂദിന് നേരെ അള്ളാഹു സുബ്ഹാനഹു തആല ഖഹാർ എന്ന രീതിയിൽ വളരെ വലിയൊരു സൈന്യത്തല്ല അയച്ചത്, ഒരു ഈച്ചനെ അയച്ചിട്ട് അവന്റെ തലയിൽ ആ ഈച്ച പോയി അത് തുരന്ന് തലച്ചോറിനുള്ളിൽ കയറി. അങ്ങനെയാണ് അവന്റെ പിന്നെ മരണം എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഖഹർ എന്നുള്ളത് അള്ളാഹുവിന്റെ പല രീതിയിലും ഉണ്ടായിത്തീരും. അപ്പൊ ഖഹറിന്റെ ഒരു അനുഗ്രഹം എന്താന്ന് പറഞ്ഞാല് ശത്രുക്കളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. എന്ത് മനുഷ്യരില് അള്ളാഹുവിന്റെ അടിമകളില് അള്ളാഹു ഖഹാറാണ് എന്നതിന്റെ അനുഗ്രഹം ഉണ്ടായിത്തീരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഗസാലി ഇമാം പറഞ്ഞ അങ്ങനത്തെ അടിമകൾ വെച്ചിട്ട് ഏറ്റവും വലിയ ശത്രു എന്താണ്? നമ്മളുടെ നഫ്സ് തന്നെയാണ്. അപ്പൊ നഫ്സിനെ വിധേയപ്പെടുത്താൻ നഫ്സിന്റെ ഷഹവാത്തുകളെ, അതിന്റെ ഇച്ഛകളെ വിധേയപ്പെടുത്തി കീഴ്പ്പെടുത്തി വെക്കുക. അങ്ങനെ കീഴ്പ്പെടുത്താൻ സാധിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റൂ? ശൈത്താനെയും വിധേയപ്പെടുത്താൻ സാധിക്കും. കാരണം ശൈത്താൻ എന്നുള്ളത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഷഹവാത്തിന്റെ മാധ്യമത്തിലൂടെയാണ് എന്ന് ഗസാലി ഇമാം പറയുന്നത് കാണാൻ പറ്റും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ സ്വന്തം ഷഹവാത്തുകളെ, നഫ്സിന്റെ പിന്നെ ഇച്ഛകളെ ഒരുത്തന് വിധേയപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാ മനുഷ്യരെയും വിധേയപ്പെടുത്തി എന്ന് ഗസാലി ഇമാം പറഞ്ഞു. അതിന്റെ ന്യായം എന്ന് പറഞ്ഞാല് മനുഷ്യരെ വിധേയപ്പെടുത്തുക എന്ന് പറഞ്ഞാല് നമ്മൾ ഒന്നിനെ ഫിസിക്കലായിട്ട് മാത്രം മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ കീഴ്പ്പെടുത്താൻ, ഇതര സൃഷ്ടികളെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാല് ഇതര സൃഷ്ടികള് യഥാർത്ഥത്തില് എനിക്ക് ഉണ്ടാവേണ്ട, പിന്നെ എനിക്ക് ലഭിക്കേണ്ട എന്താണ് വിജയത്തെ, അല്ലെ എനിക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളെ തടയുന്ന ഒരവസ്ഥയില് ആരും തന്നെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് എന്ത്? എല്ലാവരും കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത്. എല്ലാ സൃഷ്ടികളും അൽ കൗനു കുല്ലുഹു ദുൽമത്ത് എന്നൊക്കെ ഇബ്നു അത്താഉല്ലാ സിക്കന്ദരി പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടി മുഴുവൻ ഇരുട്ടാണ്, അന്ധകാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടി മുഴുവൻ എന്ന് ഷർറാണ്. സൃഷ്ടി മുഴുവൻ ഷർറായിത്തീരുന്നത് എന്തുകൊണ്ടെന്നാല് സൃഷ്ടികള് അവരുടേതായ താല്പര്യങ്ങളിലൂടെ പിന്നെ യഥാർത്ഥത്തിൽ എനിക്ക് ലഭിക്കേണ്ട വിജയത്തെ തൊട്ട് അനുഗ്രഹങ്ങളെ തൊട്ട് തടയുന്ന ഒരവസ്ഥയിൽ സൃഷ്ടികൾ ആയിത്തീരാം. അപ്പോ അതാണ് സൃഷ്ടി എന്ന് പറഞ്ഞത്. സൃഷ്ടിനെ കീഴ്പ്പെടുത്താൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു സൃഷ്ടിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാതിരിക്കുക. അതില്ലാതിരിക്കാൻ എന്ത് വേണ്ടി വരും? ശൈത്താനെ കീഴ്പ്പെടുത്തണം. ശൈത്താനെ കീഴ്പ്പെടുത്തണം എന്ത് ചെയ്യണം? നഫ്സിലുള്ള ഷഹവാത്തുകളെ എനിക്ക് നിയന്ത്രിക്കാനും വിധേയപ്പെടുത്താനും എല്ലാം സാധിക്കണം. പിന്നെ ഇത് പിന്നെ വഹാബിനെ കുറിച്ച് വേറെ പറയാതെ ഇവിടെ ഇടക്ക് വന്നു പോയതാണ്. പിന്നെ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞൊരു സംഭവമുണ്ട് ഖഹറിനെ കുറിച്ചിട്ട്. ഈ ഖഹർ എന്നുള്ളത് പിന്നെ നമ്മളൊരു എതിർപ്പിന്റെ സ്വഭാവത്തിനാണ് ഖഹറിനെ മനസ്സിലാക്കുക. അല്ലെ, നമ്മള് ബാഹ്യമായ ഒന്നിനോടുള്ള ഒരു എതിർപ്പ് എന്ന രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക? ഖഹാർ എന്ന് പറയുന്ന സംഗതിനെ മനസ്സിലാക്കാം. പക്ഷെ നമ്മളൊരു സബ്ർ ചെയ്യുന്നതിൽ എന്തുണ്ട്? ഒരു ഖഹറിന്റെ ഒരു സബ്ജുഗേഷന്റെ
ഒരു അധികാര പ്രയോഗത്തിന്റെ ഒരു സ്വഭാവം സ്വബറിലുണ്ട്. കാരണം എന്താണ്? സ്വബറിൽ നമ്മുടെ നഫ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ കഹാരിയത്ത് കൊണ്ട് നമ്മുടെ നഫ്സിനെ തന്നെ നമ്മൾ തടഞ്ഞു വെക്കുന്നുണ്ട്. ആ നഫ്സിനെ തടഞ്ഞു വെക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അതും അതിന്റെ ഒരു പവറാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇതിൽ തൃപ്തിപ്പെടുക, അള്ളാഹു നമ്മളെ വെച്ച അവസ്ഥകൾ നമ്മൾ തൃപ്തിപ്പെടുക, ഇതിലൊക്കെ തന്നെ എന്താണ്? നമ്മള് ഇന്റേണലി നമ്മളെ യഥാർത്ഥത്തില് പുറമേയുള്ളതെല്ലാം തന്നെ നമ്മൾക്ക് ശത്രുവായി തീരുന്നത്, അവയ്ക്കെല്ലാം നമ്മളുടെ മുകളിൽ അധികാരം ഉണ്ടാവുന്നത് നമ്മുടെ നഫ്സ് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ നഫ്സിനെ തടഞ്ഞു നിർത്തുന്ന, നഫ്സിനെ എന്താണ് അവസ്ഥകളിൽ തൃപ്തി നൽകുന്ന രീതിയിൽ എന്ത് നമ്മൾ ഉണ്ടാകുമ്പോഴോ അതെന്താണ്? കഹിർ അതിന്റെ ഒരു ബാത്തിനിയായ രൂപത്തിൽ ഉള്ളൊരു സംഗതിയാണ്. നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളുടെ സമരങ്ങളെയും പോരാട്ടങ്ങളെയും എല്ലാം തന്നെ എവിടെയുള്ള സംഗതിയാണെങ്കിലും ഇതിനൊക്കെ തന്നെ ഈ രണ്ട് സ്വഭാവത്തിന് മനസ്സിലാക്കണം. അതിലുള്ള ഒരു പവർ, അതിലുള്ള ഒരു സബ്ജുഗേറ്ററി പവർ, അതിലുള്ള ഒരു അടിച്ചമർത്താനും വിധേയപ്പെടുത്താനും ശത്രുവിനെ പരാജയപ്പെടുത്താനും ഉള്ള ഒരു ശക്തി എന്നുള്ളത് അത് ഒരേ സമയം എന്താണ്? ബാഹ്യമായ ഒരു സ്വഭാവത്തിലും ഉണ്ടാവാം, ആന്തരികമായ ഒരു സ്വഭാവത്തിലുണ്ടാവാം. പലപ്പോഴും എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ തടഞ്ഞു വെക്കുന്നതിലും എന്താണ്? വലിയൊരു സമരവും ഒരു പോരാട്ടമൊക്കെ അതിൽ ഉണ്ടാവും. മൂന്നാമത്തെ അള്ളാഹുവിന്റെ പേര് ഇവിടെ പഠിക്കുന്ന നമ്മള് വഹാബ്, ഹിബത്ത്. ഹിബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൽകലാണ് ഒരു സാധനം. എങ്ങനെ നൽകുക എന്ന് പറഞ്ഞാല്, ഹിബത്ത് എന്ന് പറഞ്ഞാല് നമ്മളുടെ കയ്യിലുള്ളത് വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക, അതിന് പകരമായിട്ട് യാതൊന്നും കാംക്ഷിക്കാതെ, ഒരു ഇവളില്ലാതെ, ഒരു ബദല് അതിന് പകരം ലഭിക്കണം എന്ന ഒരു താല്പര്യം ഒന്നുമില്ലാതെ തന്നെ തന്റെ കയ്യിലുള്ളത് മറ്റൊരാളെ ഏൽപ്പിക്കലാണ് അത് ഹിബത്ത്. അങ്ങനെ ആ ഹിബത്ത് അതിന്റെ അങ്ങേയറ്റത്തെ അർത്ഥത്തിൽ നിരന്തരം ഹിബത്ത്, തന്റെ കയ്യിലുള്ളതെല്ലാം തന്നെ തനിക്ക് പകരം എന്തെങ്കിലും ലഭിക്കണം എന്ന് യാതൊരു താല്പര്യവുമില്ലാതെ നിരന്തരം, വാഹിബാണ് സാധാരണ ഇങ്ങനെ ഹിബത്ത് കൊടുക്കുന്ന ആൾ. വഹാബ് എന്ന് പറഞ്ഞാൽ നിരന്തരം അങ്ങേയറ്റം കൊടുക്കുന്നവനാണ് അല്ലാഹു. കാരണം അങ്ങേയറ്റം അവന് കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അവന്റെ കയ്യിൽ അക്ഷയമായ ഒരു ഖജനാവാണ് അവന്റെ കയ്യിലുള്ളത്. ഇങ്ങനെ ഒരു ഖജനാവ് അവന്റെ കയ്യിലുണ്ട് എന്ന ഒരു അറിവും തിരിച്ചറിവും നമ്മൾക്ക് ഉണ്ടാകണം. അള്ളാഹു വഹാബാണ്. അള്ളാഹു ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെതിനെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. എന്താണ് അവൻ കൊടുക്കുന്നത്? അവന്റെ ദാത്തിന്റെ വുജൂദിന്. അവനാണല്ലോ നിലനിൽക്കുന്നത്. അവന്റെ ഉണ്മയാണ് അവൻ കൊടുക്കുന്നത്. അവൻ കൊടുത്ത ഉണ്മ കൊണ്ട് മാത്രമാണ് ആ വുജൂദ് ഇലാഫി, അവനിൽ നിന്ന് കടം വാങ്ങപ്പെട്ട ആപേക്ഷികമായ ഒരു വുജൂദ് കൊണ്ടാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നത്. അവന്റെ അവന്റെ ഗുണങ്ങൾ അവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യത്തെ, അല്ലെ, അവന്റെ പ്രവൃത്തികൾ അവൻ നിരന്തരം അതിലൂടെ എന്താണ് ഈ ലോകത്ത് ചലിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഇതിനെ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അള്ളാഹു വഹാബ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ആ കൊടുക്കുന്നതിൽ എന്താണ്? അവൻ പകരമായിട്ട് ഒന്നും തന്നെ അവൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു കാര്യം നമ്മളില് ഈ ഒരു നാമത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഒരു അർത്ഥത്തില്, മനസ്സിലാകുന്നില്ലേ? അപ്പൊ നമ്മുടെ കർമ്മങ്ങളെ വ്യക്തിപരമായ സ്വാർത്ഥമായ എല്ലാ താല്പര്യങ്ങളെയും നിന്ന് മുക്തമായ രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുവാണ് നമ്മൾക്ക് സാധിക്കുന്നത്. എന്താണ്? ഈ വഹാബ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് മാത്രമാണ്. അവനൊരു പ്രത്യേകമായ ഒരു ലക്ഷ്യം അതങ്ങനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അള്ളാഹു വഹാബ് എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന പലതും ഉണ്ടാകും. പക്ഷെ അതും യഥാർത്ഥം അള്ളാഹുവാണ് നൽകുന്നത്. എന്നാൽ സൃഷ്ടികളിലൂടെ അല്ലാതെ ലഭിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. നമുക്ക് ഹിദായത്ത്, രോഗം വന്നാൽ രോഗത്തിനുള്ള ശിഫ, ഇങ്ങനെ അള്ളാഹു എന്താണ് സൃഷ്ടികളിലൂടെ തന്നെ അല്ലാതെ കിട്ടുന്നതുമായ പലതുണ്ട്. ഇതൊക്കെ തന്നെ അള്ളാഹു മാത്രമാണ് ഇതാക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് യഥാർത്ഥം നൽകുന്നവൻ അള്ളാഹു ആണ്. അത് തിരിച്ചറിയുന്ന ഒരു അടിമയെ സംബന്ധിച്ചോളം അവൻ ഒരിക്കലും തന്നെ എന്താണ് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് തന്റെ കൈകൾ ഉയർത്തുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ ആവശ്യങ്ങൾ ഒരിക്കലും ഇതാക്കൂല. കാരണം ഈ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാല് എന്താണ് അരിനി അന്തുറിയിലേക്ക്, അള്ളാഹ് നീ എനിക്ക് നിന്നെ കാണിച്ച എന്നുള്ള ആവശ്യം ആരുടെ മുമ്പിലാണ് ഉന്നയിച്ചത്? അള്ളാഹുവിന്റെ മുമ്പിലാണ്.
അതുപോലെ തന്നെ എന്താണ് പിന്നെ ഈജിപ്തിൽ നിന്ന് പിന്നെ ഓടി രക്ഷപ്പെട്ട സന്ദർഭത്തില് മദായിൻ ദേശത്ത് എത്തിയ സന്ദർഭത്തില് മൂസ അലൈഹി സ്വലാം അള്ളാഹുവിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആനിൽ പറഞ്ഞു. നല്ല രസമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാൻ അതിന്റെ അറബി വാക്ക് ഉപയോഗിക്കുന്നില്ല. നീ എന്ത് എനിക്ക് തന്നതിനാലും ദാഹിച്ചു വലന്ന അവശനായി ഒന്നുമില്ലാതെ തിന്നാനും കുടിക്കാൻ്റെ സമയത്ത് നീ എന്തെനിക്ക് തന്നതിനാലും ഞാൻ അതിലേക്ക് ഫക്കീറാണ് എന്ന രീതിയിൽ തന്റെ ജീവിതത്തിലെ വളരെ ചെറിയൊരു ആവശ്യത്തെ പോലും എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ മൂസ നബി അലൈഹി സ്വലാമിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹുവിനെ കിട്ടുക എന്നത് തൊട്ടിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടുക എന്ന കാര്യത്തിൽ എല്ലാം തന്നെ അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആശ്രയിയായിക്കൊണ്ട് അവനിൽ നിന്ന് മാത്രം തേടുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു നാമത്തിന്റെ അനുഗ്രഹമാണ്. പിന്നെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്ന് പിന്നെ പറയുകയുണ്ടായി. വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്ന് പറയുന്നതിന്റെ വഹാബ് എന്ന് പറയുന്ന നാമത്തിന്റെ പരിപൂർണമായ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും തേടിക്കൊണ്ട് യാതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ യഥാർത്ഥ ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ടാവും. ഇബാദത്തുകൾ ചെയ്യുന്നവര് പല ആളുകളും എന്തിനാന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ അള്ളാഹു അല്ലാത്ത ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് മോശമാണ് എന്നുള്ളതല്ല പറയുന്നത്. അങ്ങനത്തെ അവസ്ഥകൾ അത് ഇസ്ലാമിൽ ലെജിറ്റിമേറ്റ് ആയ ഇസ്ലാമിന് അനുവദനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായും നല്ല അവസ്ഥ തന്നെയാണ്. പക്ഷെ അത് വഹാബ് എന്ന ഒരു നാമത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയല്ല. അനുഗ്രഹത്തിന്റെ പൂർണ്ണത നീ ആരിൽ നിന്ന് തേടുന്നുവോ അവനെ തന്നെ നിനക്ക് കിട്ടുക എന്ന് നീ ആഗ്രഹിക്കലാണ്. നീ ആരിൽ നിന്ന് തേടുന്നുവോ അവനെ തന്നെ കിട്ടുക, അവനല്ലാത്ത മറ്റൊന്നിനെയും നീ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തില് അൽ വഹാബ് എന്ന് പറയുന്ന നാമം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. അള്ളാഹു അല്ലാത്ത വേറൊന്നിനെ നമ്മൾ തേടാതിരിക്കുക, ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടായിത്തീരുക എന്നുള്ളതാണ് അൽ വഹാബ് എന്ന് പറയുന്ന പേരിലൂടെ നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു അനുഗ്രഹത്തിന്റെ പൂർണ്ണത എന്ന് പറയാണ്. അപ്പൊ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾക്ക് ഈ സ്വാർത്ഥത എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഒരു അമേരിക്കന് ഒരു എയിൻ റാൻഡാന്ന് തോന്നുന്നുണ്ട്. എയിൻ റാൻഡ് അങ്ങോട്ട് ഒരു പുസ്തകം വെർച്യു ഓഫ് സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞിട്ട് അതിൽ അവര് പറഞ്ഞ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ അവര് സെൽഫിഷ്നെസ്സിന് അവര് ഇതാക്കണ്ട ഭയങ്കര കോൺട്രവേഴ്സിയൽ ഒരു പുസ്തകമായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതിൽ അവർ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് സെൽഫിഷ്നെസ്സിന് ഒരു വേർച്യു ആയിക്കൊണ്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്തിനാണ് ഒരു മോറലായ ഒരു അർത്ഥം കൊടുക്കുന്നത്. തനിക്ക് നന്നായിട്ട് ജീവിക്കാൻ തന്റെ ജീവിതം വളരെ സന്തോഷത്തോടും സുഖത്തോടു കൂടി ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു അർത്ഥം മാത്രമേ അതിലുള്ളൂ. അതല്ലാത്ത മോറലായ ഒരു ജഡ്ജ്മെന്റ് എന്ത് ചെയ്യണ്ട, സെൽഫിഷ്നെസ്സിന് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തില് ഈ വഹാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്കുണ്ടായിത്തീരുന്ന ഒരു സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തന്നെ ഇല്ലാതായിട്ടാണ്, സെൽഫ് തന്നെ ഇല്ലാതാകുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ തേടിക്കൊണ്ട് തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ താൻ ഉണ്ടാവുക എന്ന് പറഞ്ഞ അവസ്ഥയിൽ തീർച്ചയായിട്ടും എന്താണ്, സെൽഫിഷ്നെസ് ഉണ്ട്. താന് തന്നെ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ തേടിക്കൊണ്ട് ഇല്ലാതാവുക എന്നതിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ശരിക്കുള്ള സെൽഫ്ലെസ്നെസ് ഉണ്ടാവും. അത് ഈ വഹാബിയത്തിന്റെ ഒരു കാര്യമാണ് പറയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ സൂറത്ത് ദാരിയാത്തിൽ. ഞാന് ജിന്നിനെയും ഇൻസിനെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെന്താണ് അള്ളാഹുവിന് ഇബാദത്ത്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ അതിനെ കുറിച്ച് പറഞ്ഞ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മഅരിഫത്താണ്. അള്ളാഹുവിനെ അറിയാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു അതിനെ തുടർന്ന് തന്നെ മാ ഉരീദു മിൻകും മിൻ റിസ്ഖിൻ, മാ ഉരീദു മിൻഹും റിസ്ഖ, അവരിൽ നിന്ന് എന്തെങ്കിലും റിസ്ഖ് ഞാൻ തേടുന്നില്ല. കാരണം ഞാനാണ് അവർക്ക് കൊടുക്കുന്നത്. അത് റസാഖുമായി ബന്ധപ്പെട്ട സംഭവമാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ഇതിൽ പറയായിക്കോട്ടെ. റസാഖ് നാലാമത് പേരുണ്ട്. റസാഖും അത് പറഞ്ഞാൽ റാസിക്കിന്റെ ഒരു മുബാലകായ സൂപ്പർലേറ്റീവായ ഒരു ഫോമാണ് എന്ത്, റസാഖ്. റിസ്ഖ് നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്നു ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല്, നീ ഈ ലോകത്ത് ആ റിസ്ഖിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാല്, നീ ഈ ലോകത്ത് നിലകൊള്ളുന്നത്
യഥാർത്ഥത്തിൽ അതിന് നിനക്ക് അവൻ ആവശ്യമാണ്. നിന്റെ നിലനിൽപ്പ് തന്നെ നിനക്കുള്ളൊരു റിസ്ക്കാണ്. നിന്റെ നിലനിൽപ്പ് നിനക്കുള്ള റിസ്ക്കാണ്. എന്നിട്ട് നീ എന്ത് ചെയ്യുന്നുണ്ട്? അത് പിന്നെ നിലനിൽപ്പ് ചില ധാത്തുകളുണ്ട്, സൃഷ്ടികളുടെ സത്തകള്, ധാത്തുകള്, അവയ്ക്ക് നിലനിൽപ്പില്ല. അവയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അവ നിന്നിലൂടെയാണ് നിലനിൽക്കുന്നത്. ഇത് പറയുന്നത് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാല് അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ട്. ദ പെർഫെക്റ്റ് മാൻ, പരിപൂർണ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാല് തസൗഫിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് പ്രപഞ്ചത്തിന്റെ അസ്ല്, അതിന്റെ അടിസ്ഥാനം എന്താണ്? അൽ ഇൻസാനുൽ കാമിലാണ്. പ്രപഞ്ചമായി നിലകൊള്ളുന്നത് അതിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ എന്താണ്? ഇൻസാനുൽ കാമിലാണ്. പ്രപഞ്ചത്തിന്റെ സൂറത്ത് ഇൻസാനുൽ കാമിലിന്റെ സൂറത്താണ്. പ്രപഞ്ചത്തിന്റെ രൂപം ഇൻസാനുൽ കാമിലിന്റെ രൂപമാണ്. മുസവ്വിറിനെ കുറിച്ച് പറഞ്ഞതിൽ നമ്മൾ ആ കാര്യം സംസാരിച്ചിരുന്നു. അപ്പൊ പ്രപഞ്ചം എന്നുള്ളത് എന്ത് ചെയ്യും? ആനിഹിലേറ്റഡ് ആയിപ്പോ പ്രപഞ്ചം ഇല്ലാതായി തീരും ഇൻസാനുൽ കാമിൽ ഇല്ലെങ്കിൽ. അപ്പൊ ഇൻസാനുൽ കാമിൽ ആരാണ് നിലനിർത്തുന്നത്? അള്ളാഹു. അങ്ങനെ ഇൻസാനുൽ കാമിലിനെ അള്ളാഹു നിലനിർത്തുന്നു. ഇൻസാനുൽ കാമില് അള്ളാഹു നിലനിർത്തുന്നതിലൂടെ ഇൻസാനുൽ കാമിൽ എന്ത് ചെയ്യും? പ്രപഞ്ചത്തെ തന്നെ മുഴുവനും നിലനിർത്തുന്നു. പ്രപഞ്ചത്തിന്റെ ഭാഗമായ എല്ലാ കാര്യങ്ങളുടെയും ദവാത്തുകൾ, അവയുടെ എല്ലാത്തിന്റെ സത്തകളെ എക്സിസ്റ്റൻസ് നൽകിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ റസാഖ് എന്ന് പറഞ്ഞ സംഗതിയാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഒരു ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിസ്ക് തുടങ്ങുന്നത്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും മൗജൂദാക്കുന്നത്, എല്ലാത്തിനും നിലനിൽപ്പ് നൽകുന്നതാരാണ്? അൽ റസാഖാണ്. മാസിവല്ല സിവാഹു, അവനല്ലാത്ത എല്ലാത്തിനും നിലനിൽപ്പ് നൽകുക എന്നുള്ളതാണ് അൽ റസാഖ് എന്ന് പറയുന്നതിന്റെ സംഗതി. ഇനി പിന്നെ ആ നിലനിൽപ്പില് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് തരത്തിലുള്ള റിസ്കിനെ കാണാൻ പറ്റും. അർവാഹുകളുടെ റിസ്ക്കും അതുപോലെ തന്നെ അഷ്ബാഹുകളുടെ റിസ്ക്കും എന്ന രീതിയിൽ രണ്ട് രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നിലനിൽപ്പിൽ എന്താണ്? ആ നിലനിൽപ്പിന് ആത്മീയമായ ഒരു തലവും ഭൗതികമായ ഒരു തലമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആത്മീയമായ തലത്തിലുള്ള നിലനിൽപ്പിന് ആവശ്യമായ റിസ്ക്, ഭൗതികമായ അർത്ഥത്തിൽ അത് നിലനിൽപ്പിന് ആവശ്യമായ റിസ്ക്, ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നെ കാണാന് സാധിക്കും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തില് ഈ ഒരു നാമത്തിന്റെ ഒരു അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്ന സന്ദർഭത്തില് ഒരു കലാമുൽ അബ്ദ്, ഒരു അടിമയുടെ സംസാരം, അത് കേൾക്കുന്ന ഒരാളില് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിത്തീരുക, അത് റിസ്ക്കാണ്. കാരണം റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭൗതികം മാത്രമായ ഒരു ഭക്ഷണമല്ല. റിസ്ക് ആന്തരികവും ബാഹ്യവുമായ റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു സംസാരം, ആ സംസാരം കൊണ്ട് ഒരു കേൾവിക്കാരന്റെ ഹൃദയത്തിന് എന്തെങ്കിലും നല്ല ഒരു ഉപകാരം ഉണ്ടായിത്തീരുകയാണെങ്കിൽ അതെന്താണ്? അത് അള്ളാഹു റസാഖാണ്. ഇതൊരു റിസ്ക് പകർന്ന് നൽകലാണ്. അതിലൂടെ അവന്റെ സൗഭാഗ്യം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്നിലുള്ള ഖിലാഫത്തിനെ, എന്നിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഖിലാഫത്ത് എന്ന് പറഞ്ഞൊരവസ്ഥ അത് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചാൽ, അതിലൂടെ എന്ത് ചെയ്യാണ്? ഒരാൾക്ക് ആ ഖലീഫ എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ പിന്നെ പ്രവർത്തിക്കാനും ജീവിക്കുവാനും ഒക്കെ സാധിച്ചാല് ഇതിലെല്ലാം തന്നെ എന്താണ്? റസാഖ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ ഒരു സംഗതി പിന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആന്തരികമായ റിസ്കുകളുടെ കാര്യത്തില് ഗസാലി ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്, മആരിഫ്, മുക്കാശഫ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ, ഉന്നതമായ ജ്ഞാനങ്ങള്, മുക്കാശഫ, മറകൾ നീങ്ങിയിട്ട് യാഥാർത്ഥ്യങ്ങളെ നേർക്കുനേരെ കാണുന്ന സംഗതികള്, ഇവയൊക്കെ തന്നെ നമ്മളുടെ ഹൃദയത്തിന്റെയും സിറിന്റെയും, ഹൃദയത്തിന്റെ ആന്തരിക ഭാഗമാണ് സിർ എന്ന് പറയുന്നത്. ഇവയുടെ എല്ലാം തന്നെ പിന്നെ റിസ്കുകളാന്ന് പറഞ്ഞത്. ഹാത്തിമുൽ അസം എന്ന് പറയുന്ന ഒരു വലിയനോട് ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന ഭക്ഷണം കഴിക്കല്? വഹാബ് എന്നൊരു കാര്യത്തെ തിരിച്ചറിയുന്ന ഒരാളുടെ അവസ്ഥയെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു ഇത് പറയാണ്. നിങ്ങൾ എവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ചെയ്തത്? ഞാൻ അവന്റെ ഖജനാവുകളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പൊ തനിക്ക് ലഭിക്കുന്ന റിസ്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന, അതിനാൽ തന്നെ ഒരിക്കലും അവസാനിക്കാത്ത ഖജനാവുകളുള്ള അവങ്കലിൽ നിന്ന് നേർക്കുനേരെ സ്വീകരിച്ചുകൊണ്ടാണ് താൻ ഭക്ഷിക്കുന്നത്. ഈ ഭക്ഷിക്കുക എന്നൊക്കെ പലപ്പോഴും സൂഫികൾ പറയുന്ന സന്ദർഭത്തിൽ ഒരു സൂഫിന്റെ അടുക്കല് ഒരു ശിഷ്യൻ വന്നിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞേ, ഭക്ഷണം ഉണ്ടോന്ന് ചോദിച്ചേ.
അപ്പൊ സൂഫി പറഞ്ഞു യാ ഹൈ, പിന്നെ ഒരു ദിക്ർ ചൊല്ലി. അങ്ങനെ 3-4 പ്രാവശ്യം പറഞ്ഞ സന്ദർഭത്തിൽ ആ സൂഫി എന്തായി, ആ ദിക്ർ തന്നെ ചെല്ലുന്ന സന്ദർഭത്തിൽ ആ ശിഷ്യൻ ചോദിച്ചു വേറൊരാളോട്, അപ്പം നീ റിസ്കിനെ പറ്റി ചോദിച്ചു, അദ്ദേഹം റിസ്ക് പറഞ്ഞു. അദ്ദേഹത്തിന്റെ റിസ്ക് അതാണ്, അള്ളാഹുവിനെ നിരന്തരം ഓർക്കുക, അള്ളാഹുവിനെ നിരന്തരം അറിയുക എന്ന റിസ്ക്കാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായത്? അപ്പൊ അവന്റെ ഖജനാവിൽ നിന്ന് നിരന്തരം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അവസാനിക്കാത്ത ഖജന. അങ്ങനത്തെ ഭക്ഷണത്തിന്റെ ഒരു രുചി, ആ രുചി നമ്മൾക്ക് എന്ത് ചെയ്യണം, അള്ളാഹു റസാഖാണെന്ന് അറിയുന്നതിലൂടെ നമ്മൾ ശരിക്കും പിന്നെ രുചിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പൊ ഷെയ്ഖ് അബു അലി എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ, അദ്ദേഹം വളരെ ധനാഢ്യനായിരുന്നു, പക്ഷെ അദ്ദേഹം പണം കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പോയി വഹാബ് വഹാബ് എന്നുള്ളതാണ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന, റസാഖ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന. അപ്പൊ പിന്നെ വഹാബുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. പക്ഷെ ഇതിൽ ഇദ്ദേഹം പറയുന്ന പറഞ്ഞാല് ഒരാളിൽ മഅരിഫത്ത് ഉണ്ട് എന്നതിന്റെ ഒരു അടയാളം എന്താന്ന് പറഞ്ഞാല്, നിന്റെ ആവശ്യങ്ങൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെല്ലാം തന്നെ അള്ളാഹുവിൽ നിന്ന് മാത്രം ചോദിക്കുന്ന ഒരവസ്ഥ നിനക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിന്നിൽ മഅരിഫത്ത്, യഥാർത്ഥത്തിൽ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ യുത്തമിനി വയസ്കീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതിനെ കുറിച്ചിട്ട് ഒരു വിശദീകരണം കാണാം. അവിടെ പറഞ്ഞ ഒരു ഭക്ഷണവും പാനീയവും മഅരിഫത്തും അള്ളാഹുവിനോടുള്ള ഇഷ്ക് മുഹബ്ബത്തുമാണ് എന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും നമ്മളുടെ ഒരു അവസ്ഥകളില് കൂടുതൽ ഒരു നല്ല ഒരു ആത്മീയമായ ഉയർന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ റിസ്കിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ആശയങ്ങൾ മാറും. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകളും കാഴ്ചകളും അനുഭവങ്ങളും മാറും. അതിനനുസരിച്ച് അള്ളാഹുവിന്റെ റസാഖ് എന്ന് പറഞ്ഞ അവസ്ഥയുടെ കൂടുതൽ ഉന്നതമായ പല കാര്യങ്ങളും സൃഷ്ടികളെന്ന രീതിയിൽ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖാദിനുൽ അമീൻ അല്ലദീ യുഅതി മാ ഉമിറ ബിഹി ത്വയ്യിബതൻ ബിഹി നഫ്സ അഹദൽ മുതസദ്ദിഖി വഅയ്ദിൽ ഇബാദ് ഖസായിനുല്ലാഹി തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഖജനാവ് സൂക്ഷിപ്പുകാരൻ, വിശ്വസ്തനായ ഒരു ഖജനാവ് സൂക്ഷിപ്പുകാരൻ, അവനോട് കൽപ്പിക്കപ്പെട്ട പോലെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു സദഖ ചെയ്യുന്ന ഒരാളെ പോലെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഐദിൽ ഇബാദ്, അടിമകളുടെ കൈകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖജനാവുകളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, അള്ളാഹുവിന്റെ ഖജനാവുകളാണ് അടിമകളുടെ കൈകൾ എന്നുള്ളത്. അപ്പൊ അള്ളാഹു റസാഖാണ്. റസാഖായിട്ട് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? നമ്മളിൽ തന്നെയാണ് അള്ളാഹു റസാഖായിട്ട് പ്രസന്റ് ആയിട്ടുള്ളത്, സന്നിഹിതനായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നുണ്ട്, ഏത് ഒരുവന്റെ കൈകള് അവന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ള റിസ്ക് കൊടുക്കുന്നതായിത്തീരുക, അവന്റെ നാവ് എന്ന് പറഞ്ഞാല് ഹൃദയത്തിനുള്ള റിസ്ക് കൊടുക്കുന്നതായിത്തീരുക. അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തായി, ഈ ഒരു അള്ളാഹുവിന്റെ നാമത്തിന്റെ എല്ലാ ഗുണത്തിൻ്റെതായ ഒരു സ്വഭാവത്തെ പൂർത്തിയാക്കി, അതിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും അവന് ലഭിച്ചു എന്ന് ഗസാലി ഇമാം പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇത്രയും നാമങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. 4 നാമങ്ങളാണ്. അൽ ഖഹാർ, അൽ വഹാബ്, അർ റസാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളുടെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ നാമങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാല്, കുറെ മുമ്പേ നമ്മൾ വായിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഇസ്ലാമിലെ ശാസ്ത്രങ്ങൾ, ഇസ്ലാമിലെ വിജ്ഞാനികളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് അവന്റെ പ്രസൻസിനാ. അതില് തേടപ്പെടുന്നത് ഒരു വസ്തുവല്ല, ഒരു വസ്തുവിനെയല്ല തേടപ്പെടുന്നത്, പ്രസൻസിനെയാണ്. വുജൂദാണ് ഇസ്ലാമിലെ സയൻസസിന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം. വസ്തുക്കൾ, കുറെ സാധനങ്ങൾ, ഇന്നൊരു ഒബ്ജക്റ്റ് അന്നൊരു ഒബ്ജക്റ്റ് എന്ന രീതിയിൽ ഉള്ളതല്ല. അള്ളാഹുവിന്റെ പ്രസൻസിനെയാണ് നമ്മൾ യഥാർത്ഥത്തില് വിജ്ഞാനങ്ങളിലൂടെ തേടുന്നത്. വിജ്ഞാനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അവന്റെ പ്രസൻസിനെ അറിയാനും അനുഭവിക്കലും കണ്ടെത്തലൊക്കെ തന്നെയാണ്. ആ പ്രസൻസിനെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അടിമകളുടെ കൈകളിലാണ് അള്ളാഹുവിന്റെ ഖജനാവ് എന്ന് പറഞ്ഞതുപോലെ അവന്റെ പ്രസൻസിനെ നമ്മൾ സൃഷ്ടികളിലൂടെ തന്നെയാണ് അവന്റെ പ്രസൻസിനെ നമ്മൾ അറിയുക. ഇബ്നു അറബി തങ്ങളുടെ സൃഷ്ടി ലോകം ഇല്ലെങ്കിൽ നമുക്ക് അള്ളാഹിനെ അറിയാൻ പറ്റൂല എന്നുള്ള. അപ്പോ അങ്ങനത്തെ ആ ഒരു രീതിയിൽ അള്ളാഹുവിന്റെ പ്രസൻസിനെ അറിയുകയാണ് വിജ്ഞാനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്മാകളെ കുറിച്ചിട്ട്, അവന്റെ നാമങ്ങളെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവന്റെ കുറെ ഗുണങ്ങളല്ല, അവന്റെ നാമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നാമങ്ങൾ പഠിക്കുക, അവയുടെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് അറിയുക, ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ചിന്തയെയും ബോധത്തെയും
പിന്നെ എല്ലാം സ്വഭാവത്തെ എല്ലാം തന്നെ നിലനിർത്താൻ നമ്മളെ സംബന്ധിച്ചുള്ള വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാ ആളുകളെ. അവന്റെ നാമങ്ങളുടെ എല്ലാ നാമങ്ങളുടെയും ബർക്കത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.